ഞാൻ നനച്ചതല്ല, ഞാൻ ആഗ്രഹിച്ചില്ല, നിൻ കരുതലിനിത്ര ആഴമോ. ഞാൻ നനച്ചതല്ല, ഞാൻ ആഗ്രഹിച്ചില്ല, നിൻ കരുതലിനിത്ര ആഴമോ. ഞാൻ നനച്ചതിലും ഞാൻ ചോദിച്ചതിലും അത്യന്തമായി എന്നെ ഉയർത്തി. ഞാൻ നനച്ചതിലും ഞാൻ ചോദിച്ചതിലും അത്യന്തമായി എന്നെ ഉയർത്തി. ഹല്ലേലൂയ, നീ എത്ര നല്ലവൻ. ഹല്ലേലൂയ, നീ എത്ര വല്ലവൻ. ഹല്ലേലൂയ, നീ എത്ര നല്ലവൻ. ഹല്ലേലൂയ, നീ എത്ര വല്ലവൻ. നിൻ കരുതൽ ഞാൻ ഓർത്തിടുമ്പോൾ സ്തുതിക്കാതിരിപ്പാൻ സാധ്യമോ. നിൻ കരുതൽ ഞാൻ ഓർത്തിടുമ്പോൾ സ്തുതിക്കാതിരിപ്പാൻ സാധ്യമോ. അലഞ്ഞ നേരം കരളലിഞ്ഞെൻ്റെ അരികിലെത്തി. കര കാണാതെ അലഞ്ഞ നേരം കരളലിഞ്ഞെൻ്റെ അരികിലെത്തി. കരുണയോടെ കരം പിടിച്ച കർത്തൻ കരുതൽ ഞാൻ മറന്നിടുമോ. കരുണയോടെ കരം പിടിച്ച കർത്തൻ കരുതൽ ഞാൻ മറന്നിടുമോ. ഹല്ലേലൂയ, നീ എത്ര നല്ലവൻ. ഹല്ലേലൂയ, നീ എത്ര വല്ലവൻ. ഹല്ലേലൂയ, നീ എത്ര നല്ലവൻ. ഹല്ലേലൂയ, നീ എത്ര വല്ലവൻ. നിൻ കരുതൽ ഞാൻ ഓർത്തിടുമ്പോൾ സ്തുതിക്കാതിരിപ്പാൻ സാധ്യമോ. നിൻ കരുതൽ ഞാൻ ഓർത്തിടുമ്പോൾ സ്തുതിക്കാതിരിപ്പാൻ സാധ്യമോ. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. If we have food and clothing, we shall be content, satisfied. ആമേൻ. പരിശുദ്ധാത്മാവേ, ഇന്നത്തെ തിരുവചനം ഞങ്ങൾക്കായി പഠിപ്പിച്ചു തരണമേ, വ്യാഖ്യാനിച്ചു തരണമേ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ അതിർത്തിൽ നിന്ന് പൊഴിയുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കുന്നു. അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1 ലേഖനം 6 അധ്യായം 10 തിരുവചനം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനു മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ആമേൻ. ജീവിതത്തിൻ്റെ ജയപരാജയങ്ങളെ നിർണയിക്കുന്നതിൽ
ധനത്തിൻ്റെ ശരിയായ ഉപയോഗത്തിന് അതിപ്രധാന സ്ഥാനമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ദൈവവചനം ഈ വിഷയം നന്നായി ഗൗരവമായും കൈകാര്യം ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം നിമിത്തമാണ് മനുഷ്യൻ അത്യാഗ്രഹിയാകുന്നത്. നടക്കുന്ന കൊലപാതകത്തിൻ്റെ പകുതിയിലധികവും ധനത്തിൻ്റെ പേരിലാണ്. നല്ലൊരു ശതമാനം യുദ്ധവും നടക്കുന്നത് അതിൻ്റെ പേരിലാണ്. സമൂഹത്തിലും ഭരണാധികാരികളിലും നിറഞ്ഞു നിൽക്കുന്ന അഴിമതിയും കൈക്കൂലിയും പണത്തിനായുള്ള ആർത്തിയുടെ പ്രകടനങ്ങളാണ്. പണമോഹം ഒട്ടനവധി തിന്മകളുടെയും മൂലകാരണമാണ്. ദൈവത്തിൻ്റെ വചനം പരിശോധിച്ചാൽ സമ്പത്തിനെ സ്നേഹിച്ച് ദൈവത്തെ വിട്ടുപോയ അനവധി പേരെ കാണുവാൻ സാധിക്കും. ഒന്നാമത്തെ ആള് ലോത്താണ്. സമ്പത്ത് അന്വേഷിച്ചു പോയ ലോത്തിനെയും അവൻ്റെ കുടുംബത്തെയും ആ ദേശത്തിലെ പാപങ്ങൾ കീഴടക്കി. സകല സമ്പത്തും ഒപ്പം ഭാര്യയും അവന് നഷ്ടമായി. വലഞ്ഞുപോയ നീതിമാൻ എന്ന അപൂർവ വിശേഷണത്തിന് ലോത്ത് ഉടമയായി തീർന്നു. രണ്ടാമത്തെ വ്യക്തിത്വം ബിലെയാമാണ്. അനീതിയുടെ കൈക്കൂലി കൊതിച്ച് തൻ്റെ പ്രവാചക വിളി നഷ്ടപ്പെടുത്തി. ഇത്തരത്തിലുള്ള ബിലെയന്മാർ ഇന്നും ഈ ആധുനിക യുഗത്തിൽ ജീവിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ജനത്തെ ശപിക്കുവാനും ദൈവജനത്തിനെതിരെ സംസാരിക്കാനും വാ തുറന്നിട്ടുള്ള, ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്ന ഒത്തിരി ബിലെയാം നമുക്ക് ചുറ്റും കാണാൻ കഴിയും. എന്നാൽ വടി കൊടുത്തടി വാങ്ങിക്കരുത്. മൂന്നാമത്തെ ആള് ആഖാൻ. സമ്പത്ത് മോഷ്ടിച്ച് ആ കാര്യം മറച്ചുവെച്ചു. അങ്ങനെ ചെറിയ രാജ്യത്തിന് മുൻപിൽ സ്വന്തം രാജ്യത്തിന് പരാജയം നൽകി അവരെ വലച്ചു. പാപത്തിൻ്റെ ഫലമായി അവനും അവനുള്ളതൊക്കെയും കൽക്കൂമ്പാരത്തിനുള്ളിൽ അമർന്നു. താൽക്കാലികമായിട്ടുള്ള ഒരു അഭിവൃദ്ധിക്ക് വേണ്ടി അനന്തമായ അനുഗ്രഹത്തെ തള്ളിക്കളയരുത്. നാലാമത്തെ വ്യക്തിത്വം ഗേഹസിയാണ്. എലീശായുടെ ഇരട്ടി ശക്തിയോടെ പ്രകാശിക്കേണ്ടവൻ ആയിരുന്നു. പണമോഹം അവനെ കുഷ്ഠരോഗിയാക്കി. തലമുറയ്ക്കും അത് നൽകി. പ്രൈസ് ദി ലോർഡ്. പൊന്മട്ടയിടുന്ന താറാവിനെ കൊല്ലരുത്. അഞ്ചാമത്തെ വ്യക്തി ആരാണെന്നറിയാവോ? യൂദ. 30 വെള്ളിക്കാശിനായി യേശുവിനെ ഒറ്റുകൊടുത്തവൻ. അപ്പോസ്തലനാകാനുള്ള ശ്രേഷ്ഠ പദവിയും അതുവഴി ലഭിക്കാമായിരുന്ന സകല അനുഗ്രഹങ്ങളും യൂദ പണത്തിനായി വിറ്റുകളഞ്ഞു. അവൻ്റെ പാപം നിമിത്തം അവൻ്റെ ശരീരം വഹിക്കുവാൻ അവന് തൂങ്ങിയ കയറിന് കഴിഞ്ഞില്ല. തലകീഴായി വീണ് നടുവെ പിളർന്ന് അവൻ്റെ കുടലെല്ലാം തെറിച്ച് പുറത്തുപോയി. ജീവന്റെ ഉറവിടമായ അനുഗ്രഹത്തിൻ്റെ ദാതാവായ കർത്താവിനെ ഒറ്റ കൊടുക്കുന്ന അനേക യൂതമാർ എന്നും ഈ ആധുനിക യുഗത്തിൽ ജീവിക്കുന്നുണ്ട്. കർത്താവിനെയും കർത്താവിൻ്റെ വചനത്തെയും വിറ്റ് യൂദയെ പോലെ ജീവിക്കരുത്. ആറാമത്തെ വ്യക്തിത്വം ആരാണെന്നറിയാവോ? അനന്യാസ് ആൻഡ് സഫീറ ദമ്പതികൾ. പണത്തിൻ്റെ പേരിൽ അവർ വ്യാജം കാണിച്ചു. ദൈവത്തിൻ്റെ സഭയിലുണ്ടായ ആദ്യ പാവം പണത്തിൻ്റെ പേരിലുള്ള വ്യാജമാണ്. അത് ഈ ദമ്പതിമാരെ മരണത്തിലേക്ക് എറിഞ്ഞു. ദൈവത്തിന് കൊടുക്കാനുള്ളത് ദൈവത്തിന് തന്നെ കൊടുക്കണം. അത് ഈ വകമാറ്റി ചെലവഴിക്കുക എന്ന് പറയത്തില്ലേ, അത് ചെയ്യരുത്. ദൈവത്തിന് കൊടുക്കാനുള്ളത് ദൈവത്തിന് കൊടുത്താൽ സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്ന് ദൈവം നിന്നെ മാനിച്ചിരിക്കും. ഹല്ലേലൂയ. ഏഴാമത്തെ വ്യക്തിത്വം ശിമോൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ ശുശ്രൂഷ പണം കൊടുത്തു വാങ്ങാനായി ശ്രമിച്ചു. അവൻ പണത്തെ പ്രധാനമായി കണ്ടു. ഇന്നും ഇത്തരത്തിലുള്ള ശിമോന്മാർ പല സഭകളിലുണ്ട്. പണം കൊടുത്ത് സഭ വാങ്ങിക്കുന്ന ശിമയോന്മാർ ഇന്ന് ആത്മീയ ഗോളത്തിലുണ്ട്. സ്തോത്രം. സൂക്ഷിക്കണം. പിശാചും ഇത്തരത്തിലുള്ള കെണികൾ ഒരുക്കി വയ്ക്കും. എട്ടാമത്തെ വ്യക്തിത്വം ആരാണെന്നറിയാവോ? യേശുവിൻ്റെ അടുക്കൽ വന്ന ധനികനായ യുവാവാണ്. കർത്താവിനെ അനുഗമിക്കാൻ വന്നവനാണ്. എന്നാൽ തൻ്റെ സമ്പത്തിനെ വെടിയുവാൻ അവന് മനസ്സായിരുന്നില്ല. അതുകൊണ്ട് ധനികനായ മനുഷ്യൻ കർത്താവിനെ ദുഃഖത്തോടെ വിട്ടുപോയി. ധനമോഹം പല കെണികളിലും നമ്മെ വീഴ്ത്തും. 1 തിമോത്തിയോസ് 6:9 ഇങ്ങനെ പറയുകയാണ്: ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണികളിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. നാം ജീവിക്കുന്ന കാലഘട്ടം അപ്രകാരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ മുൻപിൽ നമ്മളായിരിക്കുമ്പോൾ ആത്മാവ് സംസാരിക്കുന്നത്
ഹൃദയത്തിൽ സ്വീകരിക്കണം. ഈ പണത്തിൻ്റെ കാര്യത്തിൽ അവിശ്വസ്തരാകുവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് യേശു പണത്തെ അനീതിയുള്ള മാമോൻ എന്ന് വിളിച്ചു. പണത്തോട് വിശ്വസ്തത പുലർത്തണമെന്ന് യേശു പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 11-12 തിരുവചനങ്ങൾ. നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ ഭരമേൽപ്പിക്കും? അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും? ആത്മീയ ഗോളത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടൊരു കാര്യമാണ്. കർത്താവിൻ്റെ വേലയ്ക്കായി ദൈവം ഏൽപ്പിക്കുന്ന നന്മ, സ്തോത്രം, ഒരു കാരണവശാലും സ്വന്തം താല്പര്യത്തിന് വേണ്ടി പോക്കറ്റിലേക്ക് ഇടരുത്. ആത്മാക്കളെ നേടാൻ തരുന്ന പണമാണത്. ആ പണം മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കരുത്. നിന്റെ സീറ്റ് ഉറപ്പിക്കാനും കസേര ഉറപ്പിക്കാനും ഗ്രൂപ്പ് പിടിക്കാനും ഒന്നിനും കർത്താവിൻ്റെ വേലയ്ക്കായി തരുന്ന പണം ഉപയോഗിക്കരുത്. കണക്ക് ചോദിക്കപ്പെടുന്ന ഒരു കാര്യമാണത്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യത്തിൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്, 2 യജമാനന്മാരെ സേവിപ്പാൻ ഒരു ഭൃത്യനും കഴിയുകയില്ല. അവന് ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. എത്ര നാൾ 2 വഞ്ചിയിൽ കാലുവയ്ക്കും? സ്തോത്രം. കർത്താവാണ് നമ്മുടെ പൂർണ്ണ സമ്പത്ത്, ഏക സമ്പത്ത്. ആ കർത്താവിനോട് പറ്റിച്ചേർന്ന് നമുക്ക് നടക്കാം. ധനത്തിൻ്റെ പുറകെ ഓടാതെ ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിക്കാം. പൗലോസിന് അപ്രകാരം ചെയ്യുവാനായിട്ട് കഴിഞ്ഞു. അതിനാൽ വിശുദ്ധൻ പറഞ്ഞതെന്താണെന്നറിയോ? ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ഒരു സാധാരണക്കാരനല്ലേ പറയുന്നേ? വിശുദ്ധ പൗലോസ് കോടീശ്വരൻ്റെ മകനായിരുന്നു. കർത്താവിന് വേണ്ടി വയലിൽ ഒളിച്ചു വെച്ച ആ നിധി വാങ്ങിക്കാനായി തൻ്റെ ലോക ജീവിതത്തിൽ ഉണ്ടായ സകലതും ചപ്പും ചവറുമായി എണ്ണി കർത്താവിന് വേണ്ടി ഇറങ്ങിയ തൻ്റെ ഓട്ടം പൂർത്തീകരിച്ച വിശുദ്ധനാണ് ഈ പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധൻ പറഞ്ഞത്, ഞാൻ യേശുക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികളായിരിക്കുവിൻ. താൻ ആരിൽ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് പൗലോസിന് ബോധ്യമുണ്ടായിരുന്നു. സമ്പത്തിൽ ആശ്രയിക്കരുത്. കർത്താവ് ഇപ്രകാരം പറയുന്നു. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 24-ാം വാക്യം. മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. ഇന്ന് പലർക്കും ദൈവരാജ്യത്തിൽ കടക്കണമെന്നാൽ താല്പര്യമല്ല. സ്തോത്രം. ഈ ലോകത്തിലായിരിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചാടി ഓടി കയറണമെന്നുള്ള ഒറ്റ ചിന്തയിലാണ് മുന്നോട്ട് പോകുന്നത്. സ്തോത്രം. എബ്രായലേഖനം 15-ാം അധ്യായത്തിലെ 22 വിശ്വാസവീരന്മാരെ കുറിച്ച് പറയുന്നതിൽ അവർ വിട്ടിട്ട് പോകുന്നതിനെ ഓർത്തിരുന്നെങ്കിൽ തിരികെ പോകാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അവർ തിരികെ പോയില്ല എന്നാണ്. ഇസ്രായേൽ ജനം മിസ്രൈം ദേശം വിട്ടിറങ്ങിയപ്പോഴാണ് അവർ കരയുന്നൊരു കരച്ചിലുണ്ട്. ഞങ്ങൾ മിസ്രൈം ദേശമായിരുന്നപ്പോൾ ഇറച്ചിയുണ്ടായിരുന്നു, പച്ചക്കറികളുണ്ടായിരുന്നു, ഇവിടെ അതുപോലും ഇല്ലല്ലോ എന്നുള്ളതാണ്. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് ദൈവം അവരെ നയിക്കുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലാത്തത് താൻ സ്നേഹിക്കുന്നവർക്കായി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ആ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കാനായി കർത്താവ് വിളിച്ച് വേർതിരിക്കുമ്പോൾ കരച്ചിലും ചിന്തയും നോട്ടമൊക്കെ ഇവിടെ ഭൂമിയിൽ വിളയിപ്പിച്ച ഇറച്ചി. ചിലരുടെയൊക്കെ ചിന്താഗതി ഇറച്ചിച്ചട്ടിയില്ല, പച്ചക്കറിയിലാണ്. ചിന്തിക്ക് ഹൃദയം എവിടെയാണെന്ന്. അതിനാൽ ദ്രവ്യാഗ്രഹങ്ങൾ വെടിയാം, പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിക്കാം, അങ്ങനെ എന്നും സംതൃപ്തിയോടെ വസിക്കാം. വചനം പറയുന്നു, 1 തിമോത്തിയോസ് 6-ാം അധ്യായം 7-8 വാക്യങ്ങൾ. കുറിവാക്യം. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഹൃദയത്തിൽ അടിവരയിട്ട് സൂക്ഷിക്കേണ്ട വചനം. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നും യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്നു നാം വിചാരിക്കുകയാണ്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ അവിടെ ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രം. അപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ
കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തു പരിപാലിച്ച് ആരോഗ്യത്തോടെ വീണ്ടും പ്രകാരങ്ങളിലേക്ക് ഞങ്ങളെ കൂട്ടിവരുത്തിയതിനായി സ്തോത്രം. ഉന്നതത്തിലെ ദർശനങ്ങൾ വ്യക്തമായി സ്പഷ്ടമായി ഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കുവാൻ വിശുദ്ധ പൗലോസിനെ പോലെ ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്നാണല്ലോ ഞങ്ങളുടെ നിധി. അങ്ങിൽ മാത്രം ഞങ്ങളുടെ ഹൃദയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ അല്പകാലത്തേക്കുള്ള ജീവിതം സന്തോഷത്തോടെ തികയ്ക്കുവാൻ ഇന്ന് തിരുവചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. ഞങ്ങൾ നിന്നതല്ലപ്പ, അവിടെ ഞങ്ങൾ നിർത്തിയത്. ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും ചിന്തിക്കുന്നതിനും അപ്പുറമായി അവിടുന്ന് ഇത്രത്തോളം ഞങ്ങളെ പരിപാലിക്കുന്നതിനായി നന്ദിയപ്പ, സ്തോത്രം. ഞങ്ങളുടെ തലമുറകളെ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തന്നിരിക്കുന്ന വയലുകൾക്കായി സ്തോത്രം, ഓഫീസുകൾക്കായി നന്ദി. ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകൾ അവിടുന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രപ്പ. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള തിരുവചന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ മക്കളെ, ബന്ധുമിത്രാദികളെ, കൂട്ടുവിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്റ്റോസെൻട്രിക്കായി, ക്രിസ്തു കേന്ദ്രീകൃതമായി കർത്താവേ അങ്ങിൽ പൂർണ്ണ ഹൃദയത്തോടെ ഹല്ലേലൂയ സമർപ്പണത്തോടെ അവിടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കാൻ മക്കളെ സഹായിക്കണം. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യമേ ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്കൂളും കോളേജിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബുദ്ധിമണ്ഡലത്തെ പരിശുരക്തം കവർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കാലഘട്ടത്തിൻ്റെതായ സകല സാംക്രമിക രോഗങ്ങൾ മക്കളെ പിടിപ്പിക്കണമേ കർത്താവെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ സംസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പെരുകി വരുന്ന കോവിഡിൻ്റെതായ ആ വൈറസിനെ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ഹല്ലേലൂയ അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. ദേശം മണ്ഡലത്തിൽ നിന്ന് പൂർണ്ണമായി സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ രണ്ടാമത്തെ വരമിൻ്റെ അന്ത്യസമയത്ത് ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവേ, സ്വതന്ത്രമായി പറക്കുന്ന പക്ഷിയെപ്പോലെ പറന്നുയരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കേൾക്കുന്നവൻ, എൻ്റെ യാചന കൈക്കൊണ്ടവൻ, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവൻ, എൻ്റെ യാചന കൈക്കൊണ്ടവൻ, എന്നെ തള്ളാതെ മാറോടണച്ചു മാനിച്ചുയർത്തിയ മാ സ്നേഹമേ, എന്നെ തള്ളാതെ മാറോടണച്ചു മാനിച്ചുയർത്തിയ മാ സ്നേഹമേ. ഞാൻ നിലച്ചതല്ല, ഞാൻ ആഗ്രഹിച്ചില്ല, നിൻ കരുതലിനെത്ര ആഴമോ. ഞാൻ നനച്ചതിലും ഞാൻ ചോദിച്ചതിലും അത്യന്തമായി എന്നെ ഉയർത്തി. ഹല്ലേലൂയ, നീ എത്ര നല്ലവൻ. ഹല്ലേലൂയ, നീ എത്ര വല്ലഭൻ. ഹല്ലേലൂയ, നീ എത്ര നല്ലവൻ. ഹല്ലേലൂയ, നീ എത്ര വല്ലഭൻ. നിൻ കരുതൽ ഞാൻ ഓർത്തിടുമ്പോൾ സ്തുതിക്കാതിരിപ്പാൻ സാധ്യമോ. നിൻ കരുതൽ ഞാൻ ഓർത്തിടുമ്പോൾ സ്തുതിക്കാതിരിപ്പാൻ സാധ്യമോ.